ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് അഡിഡാസിൻ്റെ കൺസെപ്റ്റ് സ്റ്റോറാണ് ഇവിടുത്തെ. ഞങ്ങൾ ഹെർസോഗ്നൗറാഹ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ലിവ് ചെയ്യുന്നത്. അഡിഡാസിൻ്റെയും പൂമയുടെയും ഹോം സിറ്റിയാണ് ഇവിടെ. അവർ ജനിച്ചു വളർന്ന സ്ഥലം. ഒരു ചെറിയ ഗ്രാമമാണിത്. അവിടെ അഡിഡാസിൻ്റെ സ്റ്റോറാണിത്. ഇത് കാണുമ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ വരുന്നതെന്ന്. അതെ, യൂറോ കപ്പ് 2024 വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജൂൺ 14 യൂറോ കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1970 മുതൽ ഫിഫ വേൾഡ് കപ്പിൻ്റെയും യൂറോ കപ്പിൻ്റെയും ഒഫീഷ്യൽ ഫുട്ബോൾ സ്പോൺസർ ചെയ്യുന്നത് അഡിഡാസ് ആണ്. യൂറോ കപ്പ് 2024 വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ബോൾ അഡിഡാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫുട്ബോൾ. പുതിയ ഫുട്ബോളിൻ്റെ ലോഞ്ചിന് ശേഷം അവർ അഡിഡാസിൻ്റെ ക്യാമ്പസിലും ഔട്ട്ലെറ്റിലും പിന്നെ ഈ സിറ്റിയുടെ എല്ലാ റൗണ്ട് അബൌട്ടുകളിലും ഈ ഫുട്ബോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫുട്ബോളിൻ്റെ പ്രത്യേകത? ആദ്യം തന്നെ ഈ ഫുട്ബോളിനൊരു പേരിട്ടിട്ടുണ്ട് അവർ, ഫൂസ്ബാൾ ലീബെ. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണും, ഇതൊരു ജർമ്മൻ വേർഡാണേ. ഇതിൻ്റെ അർത്ഥം ലവ് ഫോർ ഫുട്ബോൾ എന്നാണ്. ഇനിയുമുണ്ട് പ്രത്യേകതകൾ. ഈ ബോളിൻ്റെ നടുക്ക് 2 സെൻസറുള്ളൊരു ചെറിയ ഡിവൈസ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അൾട്രാ വൈഡ് ബാൻഡ് സെൻസറാണ്. അത് തരുന്നത് ഹൈലി പ്രിസൈസ് പൊസിഷണൽ ഡേറ്റയാണ്. അടുത്തത് ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ് സെൻസറാണ്. അത് ബോളിൻ്റെ സട്ടിൽ മൂവ്മെൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജിയും ഈ ബോളിലുണ്ട്. അതുണ്ടായതുകൊണ്ട് ഫുട്ബോൾ മാച്ച് നടക്കുമ്പം ഈ വീഡിയോ മാച്ച് ഒഫീഷ്യൽസിനും ഓൺ ഫീൽഡ് ഒഫീഷ്യൽസിനും ഫാസ്റ്ററായിട്ടും മോർ ആക്യുറേറ്റ് ആയിട്ടും ഓഫ് സൈഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. 2021 നടന്ന അറബ് കപ്പിന് വേണ്ടിയാണ് ഫിഫ ആദ്യമായിട്ട് ഈ ടെക്നോളജി പരീക്ഷിച്ചത്. ആ പരീക്ഷണം സക്സസ് ആയതുകൊണ്ട് പിന്നീട് ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് 2022 വുമൺസ് വേൾഡ് കപ്പ് 2023 ഈ ടെക്നോളജി യൂസ് ചെയ്തു. ഇനി ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, യൂറോ കപ്പ് 2024 ഹോസ്റ്റ് ചെയ്യുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലെ 10 സിറ്റികളിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ യൂറോ കപ്പ് 2024 മാച്ചുകൾ നടക്കുന്നത്. ആ 10 സിറ്റികളുടെ പേരും ഈ ഫുട്ബോളിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഒളിമ്പിയ സ്റ്റാഡിയോൺ ബെർലിൻ, മ്യൂണിക് ഫുട്ബോൾ അരീന, BVB സ്റ്റാഡിയോൺ ഡോർട്ട്മുണ്ട്, സ്റ്റുട്ട്ഗാർട്ട് അരീന, ഫോക്സ് പാർക്ക് സ്റ്റാഡിയോൺ ഹാംബർഗ്, ഡ്യുസൽഡോർഫ് അരീന, കൊളോൺ സ്റ്റേഡിയം, ഫ്രാങ്ക്ഫർട്ട് അരേന, ലൈപ്സിഗ് സ്റ്റേഡിയം, അരേന ഔഫ് ഷാൽക്കെ, ഗെൽസെൻകിർഷൻ. ഇതാണ് ആ 10 സ്റ്റേഡിയംസ്. ജൂൺ 14 യൂറോ കപ്പ് 2024 ഫസ്റ്റ് ഗെയിം ജർമ്മനി വേഴ്സസ് സ്കോട്ട്ലൻഡ് മ്യൂണിക്കിലെ അലയൻസ് അരേനയിൽ തുടങ്ങുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒന്നടങ്കം ആഘോഷമാക്കുന്ന ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഈ വർഷത്തെ യൂറോ കപ്പിന് വേണ്ടി ജനങ്ങളെല്ലാം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.